ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഒരാഴ്ചയായി തുടരുന്ന കുടിവെള്ള വിതരണ തടസ്സത്തിനെതിരെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതിഷേധം. കുത്തിയിരിപ്പ് പ്രതിഷേധത്തിന് പിന്നാലെ കുടിവെള്ള വിതരണം തടസ്സം പരിഹരിച്ച് വാട്ടർ അതോറിറ്റി അധികൃതരുടെ സമവായ നീക്കം. കുടിവെള്ള പൈപ്പ് തകർന്നതിനെ തുടർന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം നിലച്ച സാഹചര്യമാണുള്ളത്. ഇതേ തുടർന്ന് രൂക്ഷമായ കുടിവെള്ളക്ഷാമം മേഖലയിൽ അനുഭവപ്പെടുകയാണ്. വാട്ടർ അതോറിറ്റി അധികൃതരിൽ നിന്ന് പരിഹാര മാർഗ്ഗങ്ങളില്ലാതായതോടെ നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ സമീപിക്കുകയായിരുന്നു. കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ മുന്നറിയിപ്പും അധികൃതർ നൽകിയിരുന്നില്ലെന്നാണ് പറയുന്നത്. എല്ലാ മാസവും ഒരാഴ്ച മുതൽ 10 ദിവസം ഇത്തരത്തിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് വാട്ടർ അതോറിറ്റി അധികൃതരുടെ അനാസ്ഥയാണ്. ഇതേ തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി എഇ ഓഫീസിലെത്തിയത്. എഇ കോൺഫറൻസിലായതിനാൽ തിരികെ പോന്ന ഭരണസമിതി അംഗങ്ങൾ വൈകിട്ട് 2:30 വീണ്ടും ഓഫീസിലെത്തി. തുടർന്ന് ഓഫീസിൽ കുത്തിയിരുന്ന ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു. വിവരമറിഞ്ഞയുടൻ എഇ ബന്ധപ്പെട്ട കോൺട്രാക്ടറെ വിളിച്ച് ഊരകത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന പ്രശ്നം പരിഹരിച്ചു. ഇതേ തുടർന്ന് എട്ടുമന, പനംകുളം പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തതായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ 7 ദിവസമായിട്ട് ചേർപ്പ് പഞ്ചായത്തിന്റെ ഒരു പ്രദേശത്തും നമ്മുടെ വാട്ടർ കണക്ഷൻ വെള്ളം വരുന്നില്ല. അതിശക്തിയായുള്ള പ്രതിഷേധം നമ്മുടെ ചേർപ്പിലെ മുഴുവൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. രാവിലെ ജനങ്ങൾ മുഴുവൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുകയുണ്ടായി. അതിനെ തുടർന്ന് നമ്മളിവിടെ ഓഫീസിലേക്ക് എത്തി. നമ്മൾ എഇ ആയിട്ടും AXC ആയിട്ടും എക്സിക്യൂട്ടീവ് എഞ്ചിനായിട്ട് ബന്ധപ്പെട്ടു. 2:30 മണിക്ക് എയും ഇവിടുത്തെ തൊഴിലാളികളും ഇത് ചെയ്യുന്ന കരാർ തൊഴിലാളികളും ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. 2:40 കഴിഞ്ഞു, 2:45 കഴിഞ്ഞു, ഇവിടെ എത്തിയിട്ടില്ല. എയെ ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് ബസ് കയറി വരുന്നെന്ന് അറിഞ്ഞത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം. എല്ലാ സ്ഥലത്തും വെള്ളം വരാനുള്ള സൗകര്യം നമ്മൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണം. വൈകിട്ട് 3 മണിയോടെ എഇ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുമായി പ്രശ്നം ചർച്ച ചെയ്തു. ഭരണസമിതി നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എഇ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഓവർസിയർ, ഡ്രാഫ്റ്റ്മാൻ എന്നിവരെ പഞ്ചായത്ത് അധികൃതർ ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കും. ഏറെ പരാതിക്കിടയാക്കുന്ന സബ് കോൺട്രാക്ടർമാർ മുഖേനയുള്ള പ്രശ്നപരിഹാര നീക്കങ്ങൾ ഒഴിവാക്കാനാണിത്. നിലവിലെ കുടിവെള്ള വിതരണ തടസ്സം പരിഹരിക്കപ്പെട്ടതോടെ ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ് എന്നിവർക്കൊപ്പം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR സിദ്ധാർത്ഥൻ, AA ക്രിസ്റ്റീന, സുജിത് കുമാർ, ജയശ്രീ ഷാജൻ, ബൈജു സെന്റ് ജോൺ, രുക്മിണി, സജീർ, ശരണ്യ, മൃദുല, ലോഹിതാക്ഷൻ, പ്രിയലത പ്രസാദ്, എൽവിയ, ശ്രുതി, ജിജു ഭരത് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു.